ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചൂസ് പിക്ചർ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ എന്ത് മേജർ ചേഞ്ചസ് ആണ് ഈ ഒരു ന്യൂ മൂൺ റിലേറ്റഡ് ആയിട്ട് ഉണ്ടാവാൻ പോകുന്നത് എന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ എൻ്റെ അസുഖത്തിന് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. ഏകദേശം എൻ്റെ തൊണ്ട ഇപ്പോൾ ശരിയായി വരുന്നുണ്ട്. പക്ഷേ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് ഇത്രയും പെട്ടെന്ന് ശരിയായത് കേട്ടോ. താങ്ക് യു സോ മച്ച്. നിങ്ങളാണ് എൻ്റെ കരുത്ത്. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക്, അതായത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ പക്ഷികളുടെ ആ ഒരു കൂട്ടം ഭയങ്കരമായിട്ട് കാണാൻ സാധിക്കും. അത് നിങ്ങൾ പുറത്തിരിക്കുകയാണെങ്കിൽ പക്ഷികൾ ഭയങ്കരമായിട്ട് നിങ്ങളുടെ വീട്ടിൽ അവിടെ വന്നിരിക്കുന്നതായിട്ട്, ഓഫീസിലാണെങ്കിൽ ഓഫീസിൽ പക്ഷികളുടെ ആ ഒരു കൂട്ടം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് കൂടുതലായിട്ടും പക്ഷികൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് 2 ബേർഡ്സിനെ കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ചിലപ്പോൾ ഈ കഴിഞ്ഞു പോയ ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് ജോഡിയായിട്ട് ബേർഡ്സിനെ കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ഈ ഒരു ബേർഡ്സ് എപ്പോഴും നിങ്ങളുടെ ചുറ്റിലും വന്ന് ഇരിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ബേർഡ്സ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ഇങ്ങനെ ബേർഡ്സിൻ്റെ ആ ഒരു സന്തോഷ പ്രകടനവും എല്ലാം നിങ്ങൾക്ക് വരാൻ പോകുന്ന ആ ഒരു സന്തോഷത്തെ അറിയിക്കുന്നതാണ്. അതായത് 2 ബേർഡ്സ് ഇരുന്ന് വിളിക്കുന്നതായിട്ട്, കിളികൾ, കുയിൽ അല്ലെങ്കിൽ മൈനയൊക്കെ ഉണ്ടല്ലോ, മൈനയൊക്കെ വന്ന് 2 മൈനകൾ വന്ന് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ മുറ്റത്തൊക്കെ ഇങ്ങനെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും 2 ബേർഡുകൾ സംസാരിക്കത്തില്ലേ, അവരുടെ ആ ഒരു രീതിയിൽ അതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഒരു ഇത് നിങ്ങളുടെ ലൈഫിൽ സന്തോഷം വരുന്നതിനെക്കുറിച്ചാണ് അത് സൂചിപ്പിക്കുന്നത്. ഇവിടെ ഞാൻ റീഡിങ് ചെയ്യുമ്പോഴെല്ലാം മിക്കപ്പോഴും മൈനകൾ വന്ന് സൗണ്ട് ഉണ്ടാകും. നിങ്ങൾ എൻ്റെ റീഡിങ് ശ്രദ്ധിച്ച് നോക്കിയാൽ മിക്ക റീഡിങ്ങിലും മൈനകളുടെ സൗണ്ടും കാക്കകളുടെ സൗണ്ടും നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ ഈ ബേർഡ്സിൻ്റെ ആ ഒരു കൂട്ടം അല്ലെങ്കിൽ ബേർഡ്സ് ജോഡിയായിട്ട് കാണുന്നതെല്ലാം സൗഭാഗ്യം നിങ്ങളുടെ തേടി വരാൻ പോവുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതല്ല എങ്കിൽ സ്വപ്നത്തിൽ പശുവിനെ കാണുക, ഒത്തിരി പശുക്കളെ കാണുക. കൂടുതലായിട്ടും ബ്രൗൺ നിറത്തിലുള്ള പശുക്കളെ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു മേജർ ചേഞ്ചിലേക്ക് നിങ്ങളുടെ ലൈഫ് പോവുകയാണ്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള സൂചനകളാണ് ദൈവത്തിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇവിടെ എന്തായാലും ഞാൻ ഈ പറഞ്ഞ 2 സൂചനയിൽ ഒരു സൂചന നിങ്ങൾക്ക് ഉറപ്പായിട്ട് ലഭിച്ചിട്ടുണ്ടാകും. ഈ 3ാമത്തെ സൂചന എന്ന് പറയുന്ന 1-ൽ കൂടുതൽ മൂണിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക സ്വപ്നത്തിൽ. അതും നല്ല ഒരു സ്വപ്നമാണ്. ഇവിടെ 1-ൽ കൂടുതൽ മൂൺ നിങ്ങൾ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചോളൂ, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു നല്ല പരിവർത്തനം ഉണ്ടാവാൻ പോവുകയാണ് എന്ന്. അതായത് നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവത്തില്ല ആ രീതിയിലൊരു പരിവർത്തനം നിങ്ങളെ തേടി വരാൻ പോവുകയാണ്. സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും ഇപ്പോൾ അടുത്തടുത്തായിട്ടാണ് കഴിഞ്ഞു പോയത്. അതിൻ്റെ ആ ഒരു പ്രഭാവം നിങ്ങളുടെ ലൈഫിൽ നല്ലതായിട്ടാണ് വരുന്നത്. ഇവിടെ ഫുൾ മൂൺ അല്ലെങ്കിൽ ന്യൂ മൂൺ ഇതിൻ്റെ അടുത്തായിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പരിവർത്തനം ഉണ്ടാവുന്നത്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും, നോട്ടീസ് ചെയ്യുക. ഫുൾ മൂണിന് അടുത്തായിട്ടോ ശേഷമോ അല്ലെങ്കിൽ ന്യൂ മൂണിന് അടുത്തായിട്ടോ ശേഷമോ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പരിവർത്തനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നോട്ടീസ് ചെയ്യണമെന്ന്. കാരണം ആ സമയത്തുണ്ടാകുന്ന പരിവർത്തനം വളരെ വലിയ രീതിയിലാണ് നിങ്ങളുടെ ലൈഫിനെ ബാധിക്കുന്നത്. അത് നല്ല രീതിയിലുള്ള പരിവർത്തനമാണ് ഞാൻ പറയുന്നത്. ഇവിടെ സൗഭാഗ്യം അല്ലെങ്കിൽ ഭാഗ്യം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു പരിവർത്തനം ഇവിടെ നിങ്ങളുടെ ശത്രുക്കൾ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചിരിക്കുകയാണ് നിങ്ങളുടെ ആ ഒരു തോൽവി കാണാൻ വേണ്ടി. നിങ്ങളുടെ ആ കരഞ്ഞ മുഖവും നിങ്ങളുടെ ആ ഒരു തോൽവി കാണാൻ വേണ്ടി അവർ ആഗ്രഹിച്ചിരിക്കുകയാണ്. കാരണം അവർ നിങ്ങളുടെ ലൈഫിനെ ഇങ്ങനെ ആക്കിയിരിക്കുകയാണ്. അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തനിയെ നിങ്ങൾക്ക് തന്നെ ചെയ്യണം. വേറെ ആരുടെയും ഒരു ഹെൽപ്പും നിങ്ങൾക്കില്ല. ആ രീതിയിൽ നിങ്ങളുടെ ലൈഫിനെ അവർ ചേഞ്ച് ആക്കിയിരിക്കുകയാണ്. അതായത് നിങ്ങൾ ആരും സപ്പോർട്ട് ചെയ്യാതെ നിങ്ങൾ മുങ്ങി താണു പോകുന്ന ആ ഒരു കപ്പലായി മാറണം. അതിനു വേണ്ടിയാണ് അവർ ആഗ്രഹിക്കുന്നത്. കാരണം അവർക്ക് നിങ്ങളുടെ ആ ഒരു തോൽവിയാണ് കാണാൻ. അങ്ങ് അറ്റം വരെ പോയി നിങ്ങൾ തോറ്റുപോയത് കണ്ടാൽ അവർക്ക് സമാധാനമാവും. ഇവിടെ ആ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ എങ്ങനെ നിങ്ങളെ വിഷമിപ്പിക്കാം, അതായത് ഒരു വ്യക്തി വിഷമിച്ച് തലയിൽ കൈവച്ച് ഇരിക്കുന്ന ഒരു അവസ്ഥയില്ലേ, അങ്ങനെ ഒരു രീതിയിൽ നിങ്ങളാക്കാൻ വേണ്ടി അവർ പല പ്രശ്നങ്ങളും നിങ്ങളുടെ ലൈഫിൽ സൃഷ്ടിക്കാൻ ശ്രമിച്ചു. പക്ഷേ നിങ്ങളുടെ ആ ഒരു ഊർജം അവരോട് പറയുന്നത് ഇതാണ്: നിങ്ങൾ എന്ത് തന്നെ സംഘർഷങ്ങൾ എൻ്റെ ലൈഫിൽ സൃഷ്ടിക്കാൻ ശ്രമിച്ചോളൂ, പക്ഷെ ഞാൻ ആ ഊർജത്തെ വെറും ഫണ്ടിൽ മാത്രമായിരിക്കും എടുക്കുന്നത്.
നിങ്ങൾ ഇനിയും പരിസ്ഥിതികൾ, സാഹചര്യങ്ങൾ മോശമാക്കാൻ വേണ്ടി എന്തൊക്കെ ക്രിയേറ്റ് ചെയ്താലും ഞാൻ അതിനെ ഒരു വിഷമഭാവത്തിൽ ഒന്നും എടുക്കത്തില്ല. ഞാനത് ഫണ്ണായിട്ട് മാത്രമേ എടുക്കത്തുള്ളൂ എന്നാണ് നിങ്ങൾ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങൾ സാഹചര്യങ്ങൾ മോശമാകുമ്പോൾ പേടിച്ചോടുന്ന ആളല്ല. മറിച്ച് ധൈര്യത്തോടെ ആ ഒരു സാഹചര്യത്തെ ഫേസ് ചെയ്ത് നിങ്ങളുടെ ഫേവറിൽ കാര്യങ്ങൾ മാറ്റുന്ന ആളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ഇവർ നിങ്ങളെ ലൈഫിൽ എന്തൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയാലും നിങ്ങളതിനെ ഒരു ഫണ്ണായിട്ടാണ് എടുക്കുന്നത്. കാരണം നിങ്ങളുടെ ആ ഒരു സ്ട്രോങ് ബിഹേവിയറാണ് അവരെ തളർത്തി കളയുന്നത്. അതായത് ഒരു വ്യക്തിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എപ്പോഴാണ് ഇങ്ങനെ മാറുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ? അതായത് ഒരു വ്യക്തി തകർന്നു പോയി, ഇനി ഒന്നുമില്ല അനുഭവിക്കാൻ, അങ്ങനെ തകർന്ന് വീണ്ടും എണീച്ച് നിൽക്കാൻ ശ്രമിക്കത്തില്ല. അങ്ങനെ എണീച്ച് നിൽക്കാൻ ശ്രമിക്കുന്ന വ്യക്തിക്ക് വീണ്ടും സംഘർഷങ്ങൾ കൊടുക്കത്തില്ല. അപ്പോഴാണ് അവർ ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ വരുന്നത്. അതേപോലെ നിങ്ങളും ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ ഇപ്പോൾ വന്നിരിക്കുന്ന അത്രമാത്രം മോശം സാഹചര്യങ്ങൾ ഫേസ് ചെയ്ത് തകർന്ന് ഇപ്പോൾ നിങ്ങൾ ഒന്ന് എണീച്ച് നിൽക്കാൻ ശ്രമിക്കണം. ലൈഫിൽ എനിക്ക് എന്തെങ്കിലും ആകണം, എനിക്ക് എല്ലാവരെയും പോലെ നല്ല രീതിയിൽ ജീവിക്കണം, അങ്ങനെ നിൽക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ. ഇവിടെ നിങ്ങളുടെ കൂടെ ദൈവം മാത്രമേ ഉള്ളൂ സപ്പോർട്ടിന്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് എണീച്ച് നിന്നേ പറ്റത്തുള്ളൂ. കാരണം എൻ്റെ കൂടെ ദൈവമുണ്ട്, അപ്പോൾ എനിക്ക് എണീച്ച് നിന്നേ പറ്റൂ. അല്ലാതെ തകർന്ന അവസ്ഥയിൽ ഇരിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കത്തില്ല. ഇവിടെ ഓപ്പോസിറ്റ് നിങ്ങളെ തകർക്കാൻ ശ്രമിച്ച ആ ഒരു വ്യക്തി ഇപ്പോൾ വിഷമിക്കുകയാണ്. കാരണം നിങ്ങളെ എന്തുമാത്രം വേദനിപ്പിച്ചു ആ ഒരു വ്യക്തി. പക്ഷേ ഇനി ഫ്യൂച്ചറിൽ ഇവർക്ക് ഈ ഒരു കർമ്മ റിട്ടേൺ ഉണ്ടാവും ഉറപ്പായിട്ടും. അതായത് നിങ്ങളെ എന്തൊക്കെ വേദനകൾ നിങ്ങൾക്ക് തന്നു, അതേപോലെ ഇവരുടെ ലൈഫിലും കർമ്മ റിട്ടേൺ ഉണ്ടാകും. നമ്മൾ മറ്റൊരാളോട് എന്താണോ ചെയ്യുന്നത് അത് നമുക്ക് തിരിച്ച് വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ഞാൻ ആ വ്യക്തിയോട് അന്ന് അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് എന്ന്. അപ്പോൾ അത് ആലോചിച്ച് ഈ ഒരു വ്യക്തി പേടിക്കുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും അവരുടെ ആ ഒരു കയ്യിലെ പാവയായി മാറാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഈ വ്യക്തികൾ ഇനി പറയും ഇങ്ങനെ, അതായത് ഇത്രയും ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് എനിക്ക് പോലും കിട്ടിയിട്ടില്ല, പക്ഷേ ഇവർക്ക് എങ്ങനെ ഇങ്ങനെ ഭാഗ്യത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് ലഭിക്കുന്നു എന്ന് അവർ ചിന്തിച്ചു പോകും. അത്രമാത്രം സപ്പോർട്ട് ദൈവത്തിൻ്റെ നിങ്ങൾക്കുണ്ട് എന്ന് അവർക്ക് മനസ്സിലാകും. അതായത് ഈശോൻ നിങ്ങൾക്ക് എന്താണോ തരാൻ പോകുന്നത് അത് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതിന് അപ്പുറമായിട്ടായിരിക്കും തരുന്നത്. അതായത് രാഹു, കേതു ഈ ഗ്രഹങ്ങൾ പെട്ടെന്ന് സഡനായിട്ട് അവരുടെ ആ ഒരു ഇരിക്കുന്ന ആ ഒരു സ്ഥലം മാറുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ഫേവറായിട്ടും വരും. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആ ഒരു സമയമെന്ന് പറയുന്നത് സെയിം ഈ ഒരു ഊർജത്തിൻ്റെയാണ്. നിങ്ങളുടെ ദുഃഖം ഇനി ഏത് രീതിയിൽ അവസാനിക്കുമെന്ന് നിങ്ങൾക്ക് പോലും അറിയാൻ സാധിക്കത്തില്ല. ആ രീതിയിലായിരിക്കും അവസാനിക്കാൻ പോകുന്നത്. ഇനി നിങ്ങൾ ഒട്ടും തന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഒരു രീതിയിലുമുള്ള ഒരു പ്രശ്നവും ഇനി നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. ഇമോഷണലായിട്ടൊരു ഫുൾഫിൽമെൻറ്റ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ലഭിക്കുന്നതാണ്. ഓറഞ്ച് ബ്ലാക്ക് കളർ ചിത്രശലഭം നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടാവും ഇപ്പോൾ. ഈ ഒരു ചിത്രശലഭം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനത്തിൻ്റെ കൂടെ നിങ്ങളെ കൊണ്ടുപോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ ആ ഒരു കാൽവയ്പ് അതേപോലെ പോവുകയാണ്. ദൈവം എങ്ങനെയാണോ നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് അതേപോലെ പോവുകയാണ് നിങ്ങളുടെ കാൽവയ്പ്. അതായത് നിങ്ങളിപ്പോൾ എങ്ങോട്ടാണോ പോകുന്നത് അവിടെ ഫുൾ ഗ്രീനാണ്. അതായത് നിങ്ങളുടെ ഹൃദയം സന്തോഷമാവുകയാണ് അത് കണ്ടിട്ട്. ഇത്രമാത്രം സംഘർഷങ്ങളിൽ ഇരുന്നിട്ട് പോലും നിങ്ങൾ എടുക്കുന്ന ആ ഒരു തീരുമാനം അത് ശരിയായിരിക്കും. അത് നിങ്ങളുടെ ലൈഫ് വളരെ നല്ലതാകും നിങ്ങൾ എടുക്കുന്ന ആ ഒരു തീരുമാനത്തിലൂടെ. നിങ്ങൾക്കിപ്പോൾ നല്ല രീതിയിൽ ഉറങ്ങാൻ സാധിക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും നല്ലൊരു അവസ്ഥയിലാകും നിങ്ങൾ. പക്ഷേ നിങ്ങൾ ഇപ്പോഴും കൺഫ്യൂഷനാണ് നിങ്ങളുടെ ആ ഒരു ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥ, പ്രശ്നങ്ങൾ ആലോചിച്ച്. ഇവിടെ അനിമൽസിൻ്റെ ആ ഒരു സൈൻ നിങ്ങൾക്ക് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ. ഇവിടെ നിങ്ങളുടെ തലയിൽ ഒരു ഭാരമുള്ളതുപോലെ നിങ്ങൾക്കിപ്പോൾ ഫീൽ ആകുന്നുണ്ട്. അതായത് പെയിനെന്ന് ഞാൻ പറയുന്നില്ല, ഒരു ഭാരം തലയിൽ ആരോ വച്ചേക്കുന്ന പോലെ ഒരു ഭാരം, അതാണ് ഫീൽ ആകുന്നത് എനിക്ക്. അത് നിങ്ങൾ നല്ല ഒരു ഫീലല്ല വരുത്തുന്നത്. ആ ഒരു തലയിലുള്ള ഒരു ഭാരം നിങ്ങൾക്ക് മോശം ഫീലാണ് വരുത്തുന്നത്. ഇവിടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പല കാര്യങ്ങളും പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് പാസ്റ്റ് ലൈഫ് റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു കാര്യമാണ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് എന്തോ വലിയൊരു ന്യായം നിങ്ങളെ കാത്തിരിക്കുകയാണ് എന്നാണ് ഇവിടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയുന്നത്. ഇവിടെ നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ ന്യായത്തിൻ്റെ ആ ഒരു പ്രാർത്ഥനകളൊന്നും ചെയ്യുന്നില്ലായിരിക്കാം. പക്ഷേ ഇപ്പോൾ ആ ഒരു ന്യായം നിങ്ങൾക്ക് വേണ്ടി നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്.
ഈ ഒരു ന്യായം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ ഒരു ന്യായമായിരിക്കും. ഈ ഒരു ന്യായം ഏറ്റവും കൂടുതൽ നോക്കുന്നത് നിങ്ങളുടെ സന്തോഷത്തെ ആയിരിക്കും. അതായത് ഒരു വ്യക്തി ഇങ്ങനെയുള്ള ആ ഒരു കർമ്മമാണ് ചെയ്തത്, അതായത് നിങ്ങൾക്കൊരു ട്രോഫി ലഭിക്കുന്ന രീതിയിലുള്ള കർമ്മമില്ലേ അത്. ഒരു സമയം നിങ്ങളുടെ ആ ഒരു ലൈഫ് കണ്ടിട്ട് ആൾക്കാർ ചിന്തിച്ചത് നിങ്ങൾ തോറ്റു പോകുമെന്നാണ്. പക്ഷേ മറിച്ച് നിങ്ങൾക്ക് വിജയമാണ് ഉണ്ടായത്. നിങ്ങളുടെ തോൽക്കാനുള്ള സമയമല്ല ഇത്, നിങ്ങൾക്ക് ജയിക്കാനുള്ള സമയമാണിത്. കാരണം ഈ ഒരു സമയം ജയിക്കാനുള്ള സമയമായതുകൊണ്ടാണ് ഭാഗ്യം നിങ്ങളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ നിങ്ങളുടെ കൂടെ ഗുരുകൃപ ഉണ്ടതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഏഞ്ചൽസിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്. 3 ബേർഡ്സ് നിങ്ങൾക്ക് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ ഒരു മിത്രം, അതായത് നിങ്ങൾക്ക് ആരെയാണോ വിശ്വാസമുള്ള ആ ഒരു മിത്രം നിങ്ങളുടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ആ ഒരു മിത്രം നിങ്ങളുടെ പീലറായി മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. പീലറിനെ പോലെ ഒരു സപ്പോർട്ട് ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടി വളരെ ലോയലായിട്ടിരിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോ ആയിരിക്കാം. ചില സമയം കുടുംബത്തിലും ഒരു ലോയലായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടാകും. ആ വ്യക്തിയോടായിരിക്കും നമ്മൾ എല്ലാ കാര്യങ്ങളും പറയുന്നത്. ഇവിടെ ഒരു വ്യക്തിയുടെ സപ്പോർട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ലഭിക്കും. അത് ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളായിരിക്കാം. അതായത് ആ വ്യക്തിയുടെ ആ ഒരു ഭാഗ്യത്തിൻ്റെ പ്രഭാവം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നത് കാരണം ആ വ്യക്തി നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ തന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ആ വ്യക്തി റിലേറ്റഡ് ആയിട്ട് എന്ത് സജഷൻ നിങ്ങൾക്ക് കിട്ടിയാലും അത് നിങ്ങൾക്ക് നല്ലതിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് എപ്പോഴും ബിലീവ് ചെയ്യാൻ പറ്റിയ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലുണ്ട്. ആ വ്യക്തിയുടെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ലഭിക്കും. കാരണം നിങ്ങൾക്ക് ആ വ്യക്തിയെ കണ്ണുമടച്ച് വിശ്വസിക്കാം. ആ ഒരു വ്യക്തി റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി മേജർ ചേഞ്ചസ് ഉണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തിയുടെ അടുത്ത് നിങ്ങളുള്ളപ്പോഴെല്ലാം നിങ്ങൾക്ക് നല്ലൊരു നല്ലതായിട്ടാണ് ഫീലാവുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കറേജ്, സാഹസികത ഫീലാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഇനി എൻ്റെ ലൈഫിൽ എന്ത് മോശം സ്ഥിതി വന്നാലും ഞാൻ അതിനെ ഫേസ് ചെയ്യും. അങ്ങനൊരു സാഹസികത നിങ്ങൾക്ക് ഈ വ്യക്തി കൂടെ ഉള്ളപ്പോൾ തോന്നിയിട്ടുണ്ട്. അതായത് നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ ആരോ ഉണ്ട്, അങ്ങനെ തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകും. ഈ വ്യക്തിയുടെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ ധനം റിലേറ്റഡ് ആയിട്ട് ഒരു സ്രോതസ് നിങ്ങൾക്ക് ഉണ്ടാകും. അല്ലെങ്കിൽ ധനം റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു വഴി നിങ്ങൾക്ക് തെളിഞ്ഞ് കാണും. ഈ വ്യക്തിയുടെ കൂടെ നിങ്ങൾ പുറത്ത് പോവുകയാണെങ്കിൽ സാധനങ്ങൾ ശരിയായ വാല്യൂവിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കാരണം ഈ ഒരു വ്യക്തി അത്രമാത്രം ലോയലാണ് നിങ്ങൾക്ക് വേണ്ടി. ഇവരുടെ ആ ബുദ്ധി എന്ന് പറയുന്നത് വളരെ ഷാർപ്പായിട്ടുള്ള ബുദ്ധിയാണ്. ഇവിടെ ഈ ഒരു വ്യക്തി എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് അപ്പം നിങ്ങളോട് തുറന്ന് പറയും. കാരണം നെഗറ്റിവിറ്റിയെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ ഇവർക്ക് സാധിക്കും. കാരണം ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് സേഫ്റ്റി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഈ വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ടിരിക്കുന്നതും നിങ്ങളുടെ ടെൻഷൻ എല്ലാം അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇത് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. നിങ്ങളുടെ മനസ്സിൽ എന്ത് തന്നെ വിഷമം ഇപ്പോൾ ഉണ്ടെങ്കിലും അത് ഏതെങ്കിലും രീതിയിൽ അവസാനിക്കുന്നതാണ്. നിങ്ങളുടെ ലൈഫിൽ എന്ത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും ആ കൺഫ്യൂഷൻ എല്ലാം അവസാനിക്കുന്നതാണ്. സ്വയം നിങ്ങൾ തന്നെ കാണും നിങ്ങളുടെ ലൈഫിൽ എന്തുമാത്രം സാഹസികരായി നിങ്ങൾ മാറുന്നു എന്ന്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കർമ്മ നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു പരിവർത്തനം നല്ല രീതിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ ലൈഫിൽ. ഇവിടെ ഓറഞ്ച് നിറം നിങ്ങൾക്ക് നല്ല സൂട്ടാവും. കാരണം ഓറഞ്ച് വസ്ത്രം ധരിക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. കയ്യിലൊരു ഓറഞ്ച് നിറത്തിലുള്ള കർച്ചീപ്പായാലും മതി, നിങ്ങൾ കരുതി പുറത്ത് പോകുന്നത് നല്ലതാണ്. ഇവിടെ ഞാൻ പറഞ്ഞു എന്ന് മാത്രം, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഓറഞ്ച് കളർ വസ്ത്രം ധരിച്ചാൽ മതി. ഇവിടെ ഓറഞ്ച് നിറത്തിലുള്ള പാൻറ്റും ഷോളും അങ്ങനെ ധരിച്ചാലും മതി. ടോപ്പ് വേറെ കളറായാലും മതി. ഇല്ലെങ്കിൽ ഒരു കർച്ചീപ്പ്, എന്തെങ്കിലും ഒരു കാര്യം ഓറഞ്ച് നിറത്തിലുള്ള നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. കാരണം ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്കാണ് നല്ലത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഈ ഒരു സമയം എന്ന് പറയുന്ന ന്യായം നിങ്ങൾക്ക് പ്രദാനം ചെയ്യാൻ വേണ്ടി വരുന്ന സമയമാണ്. ഇവിടെ നിങ്ങളുടെ ആ ഒരു കർമ്മം റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ന്യായം തരുവാൻ വേണ്ടി വരുന്ന സമയമാണിത്. അപ്പോൾ നമ്മൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ വയ്ക്കുന്നത് നല്ലതാണ്. ഇവിടെ നിങ്ങളുടെ ഹാർട്ട് ഇപ്പോൾ ബ്ലോക്ക് സിറ്റുവേഷനിലാണുള്ളത്. നിങ്ങളിപ്പോൾ ആരെയും ട്രസ്റ്റ് ചെയ്യുന്ന ഒരു
ഇതിലല്ല ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഒരു വ്യക്തി നിങ്ങളുടെ മുന്നിൽ നല്ലത് എത്ര തന്നെ കാണിച്ചാലും നിങ്ങൾ അവരെ വിശ്വസിക്കുന്നില്ല. പക്ഷെ നിങ്ങളുടെ ഊർജ്ജം അത്രത്തോളം ബാലൻസിൽ വരുന്നത് കാരണം ഇനി നിങ്ങൾ മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്യുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഇനി നിങ്ങളുടെ ആ ഒരു സന്തോഷത്തിനെ കുറിച്ച് ചിന്തിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഫോക്കസ് ഇപ്പോൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ കർമ്മത്തിലാണ് ഉള്ളത്. കാരണം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ കൂടുതലായിട്ടും ശ്രദ്ധ ഇപ്പോൾ കൊണ്ടുവരുന്നില്ല. നിങ്ങളുടെ കർമ്മത്തിലാണ് കൂടുതലായിട്ടും ശ്രദ്ധ നിങ്ങൾ കൊണ്ടുവരുന്നത്. കാരണം നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിന് കുറച്ച് വാല്യൂ കുറച്ചാണ് കൊടുക്കുന്നത്. അതാണ് നിങ്ങൾ പേഴ്സണൽ ലൈഫിൽ കൂടുതലായിട്ടും ശ്രദ്ധിക്കാതെ പ്രൊഫഷണൽ ലൈഫിൽ കൂടുതലായിട്ടും ശ്രദ്ധിക്കുന്നത്. പക്ഷേ ഇനി അങ്ങോട്ട് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും കൂടുതലായിട്ട് ശ്രദ്ധിക്കും. നിങ്ങളുടെ സന്തോഷത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കും. കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു ഹാർട്ട് ചക്ര ഓപ്പൺ ആവാൻ പോകുകയാണ്. കാരണം ഈ ഒരു ഹാർട്ട് ചക്ര ഓപ്പൺ ആകുമ്പോൾ നിങ്ങളുടെ ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി അങ്ങോട്ട്. ഇനി നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലുള്ള ആഗ്രഹം എന്താണോ ആ ഒരു ആഗ്രഹത്തിലേക്ക് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഒരു കൺഫ്യൂഷനും കൂടാതെ ലൈഫിൽ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങൾ ഒരു കുഴപ്പവും കൂടാതെ ലൈഫിലെ എയിം എന്താണോ അതിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് വിക്ടറി ഉറപ്പായിട്ട് ലഭിക്കുക തന്നെ ചെയ്യും. ഇവിടെ ചില സമയം നിങ്ങൾ ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. ചില മോശമായിട്ടുള്ള സാഹചര്യം ആയില്ല എങ്കിൽ പോലും നിങ്ങൾ ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു കാര്യം നല്ലതായിട്ടായിരിക്കും നടക്കാൻ പോകുന്നത്, പക്ഷെ നിങ്ങൾ ചിന്തിച്ച് അതിനെ മോശമാക്കും. അങ്ങനെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ചില കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചാണ് അതിനെ മോശമാക്കുന്നത്, നിങ്ങളത് മനസ്സിലാക്കുക. നേരെ കാര്യങ്ങൾ ആകുന്നത് കണ്ടിട്ട് പോലും പിന്നെ നിങ്ങൾ എന്തിനാണ് ടെൻഷൻ അടിച്ച് നേരെയായ കാര്യത്തിനെ വീണ്ടും മോശമാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ടെൻഷൻ ഒന്ന് മാറ്റുക. നിങ്ങളുടെ ആ ഒരു ഓവർ തിങ്കിങ് നിങ്ങൾ മാറ്റുക. അപ്പോഴേക്ക് നിങ്ങൾ ഭയങ്കരമായിട്ട് ഭ്രമിതരാകുന്നു. അപ്പോഴെല്ലാം ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾക്ക് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നു. ഇല്ല എങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള വീഡിയോസ് ഭഗവാന്റെ അത് കാണിച്ചു തരുന്നു. നിങ്ങളുടെ ആ ഒരു പേടിയിൽ നിന്ന് നിങ്ങളെ മാറ്റി കൊണ്ടുവരാനാണ് ദൈവം അങ്ങനെ വീഡിയോസ് കാണിച്ചു തരുന്നത്. അതേസമയം നിങ്ങൾ അതിനെപ്പോലും സ്കിപ്പ് ചെയ്യുന്നു. എനിക്ക് കേൾക്കണ്ട, എനിക്ക് കാണണ്ട എന്നുള്ള രീതിയിൽ. ഇവിടെ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളോട് പറയണം നിങ്ങളുടെ സമയം നല്ലതാണ് എന്ന് പറയുകയാണെങ്കിൽ അതും നിങ്ങൾ കേൾക്കണ്ട എന്ന് പറഞ്ഞ് മാറ്റും. ഏഞ്ചൽസ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആ മെസ്സേജ് വായിക്കണം, അത് കേൾക്കണമെന്നാണ്. പക്ഷേ നിങ്ങൾ ദേഷ്യത്തിൽ അത് വായിക്കുകയോ കേൾക്കുകയോ ചെയ്യത്തില്ല. ഒരു ഹീലിംഗ് ലഭിക്കാനും ആത്മശാന്തി ലഭിക്കുവാനും വേണ്ടിയാണ് ഏഞ്ചൽസ് അങ്ങനെയുള്ള മെസ്സേജ് നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്നത്. ഇനി നിങ്ങളുടെ ആ ഒരു ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആകും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങളുടെ ഹാർട്ട് ചക്ര എപ്പോഴാണ് ഓപ്പൺ ആവുക എന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കും നിങ്ങൾ വിശ്വസിക്കുന്നതിനപ്പുറം സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുമ്പോഴാണ് നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആവുന്നത്. നിങ്ങൾ ഉറപ്പായിട്ടും വളരെ നല്ല ഒരു അച്ചീവ്മെൻറ്റ് പ്രാപ്തമാക്കുന്നതാണ്. ഇവിടെ എത്രത്തോളം റിലാക്സ് ആകുമോ അത്രത്തോളം നിങ്ങൾ റിലാക്സ് ആവുക. വളരെ വലിയൊരു അച്ചീവ്മെൻറ്റ് നിങ്ങൾക്ക് പ്രാപ്തമാകുന്നതാണ്. ഇവിടെ നിങ്ങൾ സ്വയം നിങ്ങളിലും നിങ്ങളുടെ സന്തോഷത്തിലും ഫോക്കസ് ചെയ്യുമ്പോൾ അത്രത്തോളം നിങ്ങളുടെ ലൈഫ് വളരെ എളുപ്പമാകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും വലിയ പൈസ ഉള്ള വ്യക്തിയായി മാറുന്നതാണ്. കാരണം നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെയും കാട്ടി ഏറ്റവും കൂടുതൽ പൈസ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങൾ സ്വന്തം പരിശ്രമത്തിൽ പൈസ ഉണ്ടാക്കും, ഏണിംഗ് ഉണ്ടാക്കും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ കുടുംബം നിങ്ങളെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ബഹുമാനം തോന്നും. അവർക്ക് നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഭയങ്കരമായിട്ട് ബഹുമാനം തോന്നും നിങ്ങളെ കണ്ടിട്ട്. കാരണം നിങ്ങളുടെ ആ ഒരു സക്സസിൻ്റെ ആ ലെവല് വളരെ ഹൈ ആയിരിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങൾക്ക് സക്സസ് ലഭിക്കാൻ കുറച്ച് താമസം എടുക്കുന്നുണ്ട്. പക്ഷേ കിട്ടുമ്പോൾ ദൈവം എന്താ പറയുക വിശ്വസിക്കുന്നതിനപ്പുറമായിരിക്കും തരുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെയും കാട്ടി ധനവാൻ നിങ്ങളായി മാറുന്നതാണ്. ഇവിടെ ദൈവം നിങ്ങളെ മെച്യൂർ ആക്കുകയാണ്. കാരണം ഇത്രയും വലിയൊരു സക്സസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ മെച്യൂർ ആവണം. അതിനുവേണ്ടി നിങ്ങളെ പാകപ്പെടുത്തുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് അഹങ്കാരമോ ദേഷ്യമോ ഒന്നും പാടില്ല. ഗ്രൗണ്ട് ടു എർത്തായിട്ട് നിങ്ങൾ ഉണ്ടാവണം. ഇവിടെ പല പ്രാവശ്യവും ചെയ്യാത്ത തെറ്റിൻ്റെ ആ ഒരു കുറ്റം നിങ്ങൾക്ക് ഏൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ആദ്യമൊക്കെ നിങ്ങൾ പ്രതികരിക്കുമായിരുന്നു ഈ ഒരു തെറ്റ് നിങ്ങളുടെ പേരിൽ വരുമ്പോൾ. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഭാവം വന്നു. എന്തിനാ നമ്മൾ ചെയ്തിട്ടില്ല, നമുക്കറിയാലോ, ഈശ്വരനറിയാലോ. ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം സക്സസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കുക തന്നെ ചെയ്യും.
ഇവിടെ നിങ്ങളുടെ ആ ഒരു സംഘർഷം ഇനി വളരെ കുറഞ്ഞ് ഒന്നുമില്ലാത്ത ഒരവസ്ഥ, സംഘർഷങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറുന്നതാണ്. ഇവിടെ ഈശോ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ റിലാക്സ് ആവുക എന്നാണ്. നിങ്ങൾക്കിനി നിങ്ങൾക്ക് വേണ്ടിയും സമയം ലഭിക്കുന്നതാണ്. ഇത് സ്വയം നിങ്ങളെ ഹീലാക്കാൻ വേണ്ടി ഈശോയും സമയം നിങ്ങൾക്ക് തരുന്നതാണ്. ഇവിടെ ഇത്രമാത്രം റിലാക്സ് ആവൂ. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ പരിവർത്തനമാണ് നടക്കുന്നതെന്ന് നിങ്ങൾ നോക്കൂ. ഇവിടെ നിങ്ങൾ സ്വയം കാണൂ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ പോസിറ്റീവ് ചേഞ്ചസ് ആണ് ഉണ്ടാകുന്നത് എന്ന്. ഓറഞ്ച് ബ്ലാക്ക് കളർ ചിത്രശലഭം ഇനി വീണ്ടും നിങ്ങളെ കാണിച്ചു തരുന്നതാണ് ഈശ്വരൻ. കാരണം ഈ ചിത്രശലഭം കണ്ടിട്ട് പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു പരിവർത്തനം ഉണ്ടാവാൻ പോവുകയാണെന്ന്. കാരണം നിങ്ങളിപ്പോഴും ദേഷ്യത്തിലാണ്. എന്ത് സൈൻ കിട്ടിയാലും എനിക്കൊരു കാര്യവുമില്ല, എൻ്റെ ലൈഫിൽ പരിവർത്തനമൊന്നും വരാൻ പോകുന്നില്ല, അങ്ങനെ ദേഷ്യത്തിലാണ് നിങ്ങളുള്ളത്. നിങ്ങൾ ആ പരിവർത്തനത്തിനെ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ ആ ഒരു പരിവർത്തനം നിങ്ങളുടെ ലൈഫിൽ വരികയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ത് പരിവർത്തനമായാലും അതിനെ അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾ ടെലിപ്പതിക്കലി യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വേറെ ഒരാളുമായിട്ടും ടെലിപ്പതിക്കലി കണക്റ്റഡ് ആണ്. അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ദൈവമായിരിക്കാം. അത് നിങ്ങളുടെ ഊർജ്ജം വളരെ പ്യുവറാണ്. ഇവിടെ പട്ടിക്കായാലും പക്ഷികൾക്കായാലും പശുക്കൾക്കായാലും നിങ്ങളുടെ ആ ഒരു ഊർജ്ജം അവർക്ക് മനസ്സിലാകുന്നു. അപ്പം നിങ്ങളുടെ ഊർജ്ജം പവിത്രമായതുകൊണ്ടാണ് അത് നിങ്ങളുടെ അടുത്തേക്ക് കൂടുതലായിട്ടും വരുന്നത്. കൊടുക്കുന്ന ആഹാരം കഴിക്കുന്നത് അതുകൊണ്ടാണ്. ഇവിടെ നിങ്ങൾ ടെലിപ്പതിക്കലി കണക്റ്റഡ് ആയിട്ടുള്ള ആൾ ആരാണോ ആ ഒരു ഊർജ്ജം നിങ്ങളെ സേഫ് ആൻഡ് സെക്യൂർ ആക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഒരിടത്ത് ഇരിക്കുകയാണ്, പക്ഷേ നിങ്ങളുടെ ചുറ്റിലും ഒരു ബലൂണിൻ്റെ അകത്ത് നിങ്ങൾ ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട്. ഒരു ഊർജ്ജത്തിൻ്റെ ഒരു ഊർജ്ജം നിങ്ങൾക്ക് പ്രൊട്ടക്ഷനും ശാന്തിയും സമാധാനവും മാനസിക ശാന്തിയും തരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളുള്ളവരോ ആരോ നിങ്ങളുടെ സന്തോഷത്തിനും നിങ്ങളുടെ ഹീലിങ്ങിനും കാരണമാകും. യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങളുടെ കൂടെ പൂർണ്ണമായിട്ടും ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. യൂണിവേഴ്സ് ഒരിക്കലും നിങ്ങളുടെ ഹൃദയത്തെ തകർക്കാനല്ല, മറിച്ച് ഹൃദയത്തിൽ ശാന്തിയും സമാധാനവും തരുവാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ഹൃദയം വീണ്ടും തകർക്കുമോ ആരെങ്കിലും എന്ന്. അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല. ഇവിടെ സ്പിരിച്വൽ ടെക്നോളജി ഉണ്ട്. ഓരോ കാര്യങ്ങളിൽ എഴുതി മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും, നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് എഴുതി മാനിഫെസ്റ്റേഷൻ ചെയ്യൂ. ചിലത് ഇമാജിനേഷൻ്റെ രീതിയിൽ ചെയ്യുക, ചിലത് വാട്ടർ അഫർമേഷൻ്റെ രൂപത്തിൽ ചെയ്യുക, ചിലത് മിറർ അഫർമേഷൻ്റെ രൂപത്തിൽ ചെയ്യുക. നിങ്ങൾ എന്ത് സന്തോഷമാണോ ആഗ്രഹിക്കുന്നത് അതിലൊരു മാറ്റം നിങ്ങൾക്ക് ഉറപ്പായിട്ടും കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യാൻ പറയുന്നത്. ഇന്ന് തൊട്ട് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ 40 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു എഫക്റ്റ് ഉണ്ടാവുന്നതാണ് നിങ്ങളുടെ ലൈഫിൽ. കാരണം ഇപ്പോഴത്തെ ആ ഒരു സമയം എന്ന് പറയുന്നത് അങ്ങനെ സമയമാണ്. നിങ്ങൾ അപ്പോൾ എന്തെങ്കിലും പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബലിക്കും പെട്ടെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇവിടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയുന്നത് യൂണിവേഴ്സ് നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് എന്നാണ്. ഇവിടെ എന്തെങ്കിലും കാര്യം നിങ്ങൾ എപ്പോഴെങ്കിലും മറന്നു പോയെങ്കിൽ പോലും കുഴപ്പമില്ല, നീ ഇത് ചെയ്യേണ്ട, ഇത് ചെയ്തോളൂ എന്ന് പറഞ്ഞ് നിങ്ങളെ സമാധാനിപ്പിക്കും. അതായത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി സമാധാനിപ്പിക്കുന്ന ഒരു അച്ഛനെ പോലെ അമ്മയെ പോലെ യൂണിവേഴ്സിനെ നിങ്ങൾ കാണുന്നു. ഇവിടെ തേർഡ് ഐ ചക്രയിൽ വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ പല കാര്യങ്ങളെക്കുറിച്ച് റിലേറ്റഡ് ആയിട്ട് മെസ്സേജ് ദൈവം നിങ്ങളുടെ അടുത്ത് അയക്കുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ തേർഡ് ഐ ചക്ര അത് മനസ്സിലാക്കുന്നില്ല. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളുടെയും ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ ആ ഒരു തേർഡ് ഐ ചക്രയിൽ വർക്ക് ചെയ്യാനായിട്ട്. ഇവിടെ ഈ ഒരു സമയം നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിലെ കർമ്മ ഇവിടെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ലൈഫ് അത്രമാത്രം മാറുന്നതാണ്, ഒന്നിന് പിറകെ ഒന്നായിട്ട് മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ്. ഈ ഒരു സമയം നിങ്ങൾ കുറച്ച് നിങ്ങളുടെ ഹെൽത്ത് ഒന്ന് ശ്രദ്ധിക്കണം. കാരണം നിങ്ങളുടെ ലൈഫിൽ അത്രത്തോളം വലിയ സന്തോഷമാണ് വരാൻ പോകുന്നത്. ആ ഒരു സന്തോഷത്തെ എൻജോയ് ചെയ്യാൻ നിങ്ങൾക്ക് നല്ലൊരു ആരോഗ്യം ഉണ്ടായാലേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ട്രാവൽ ഉണ്ടാകും, ദൂരെ നിങ്ങൾ ട്രാവൽ ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ ഹെൽത്ത് ഒന്ന് നിങ്ങൾ നല്ല രീതിയിൽ വയ്ക്കുക. നിങ്ങൾ എപ്പോഴും നല്ല ആഹാരം മാത്രം കഴിക്കുക. ജങ്ക് ഫുഡ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. പിന്നെ കുറച്ച് നിങ്ങളുടെ വർക്കിൻ്റെ കൂടെ നിങ്ങളുടെ ശരീരത്തിനും നിങ്ങൾ റെസ്റ്റ് കൊടുക്കുക. കാരണം നിങ്ങൾ ഒരിക്കലും ഒരു റോബോട്ടല്ല. കുറച്ച് നിങ്ങൾക്കും കൂടെ വാല്യൂ കൊടുക്കണം നിങ്ങൾ. ഇവിടെ വീട്ടിലുണ്ടാക്കുന്ന ആഹാരത്തിൽ നിന്ന് ഒരു ഭാഗം ഏതെങ്കിലും ആഹാരം ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കൊണ്ട് കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ സന്തോഷവും സമാധാനവും ശാന്തിയും എല്ലാം ലഭിക്കാൻ നിങ്ങളെ സഹായിക്കും. വേറെ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കാനല്ല, ഉണ്ടാക്കുന്നതിൽ ഒരു പങ്ക് നിങ്ങൾ കൊടുക്കുക.
അപ്പോൾ ഇതൊക്കെയാണ് റീഡിങ്ങിൽ വന്നിരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ തേർഡ് ചക്ര നിങ്ങൾക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ മെഡിറ്റേഷൻ ചെയ്യാൻ പറയുന്നത്, നിങ്ങളോട് തേർഡ് ചക്രയിൽ വർക്ക് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് റീഡിങ്ങിൽ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.